നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു 20 കോടി രൂപയുടെ അടുത്ത് ഇനിയും കേരളത്തിൽ നിന്ന് കിട്ടണം ചിത്രം ഇതാവാൻ, ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ എന്നുള്ളത്. അതിനുശേഷം 2 ദിവസത്തെ റിപ്പോർട്ട് അതിനകത്ത് മിസ്സിംഗ് ആയിരുന്നു. ഒന്ന് ഇന്നലത്തെ റിപ്പോർട്ട്, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഇന്നലത്തെ മുമ്പത്തെ മിനിഞ്ഞാന്നത്തെ റിപ്പോർട്ട്. ഈ 2 ദിവസത്തെ റിപ്പോർട്ടും കൂടി ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാര്യമായിട്ടുള്ള കളക്ഷൻ ഇടിവ് ചിത്രത്തിന് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു ഇടിവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സിനിമ ഈ ആഴ്ച മീൻസ് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, അതായത് ഇത്രയും വലിയ ഒരു കളക്ഷൻ നേടിയ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് വെറും 7 ദിവസം പിന്നിടുമ്പോഴേക്കും അതിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇനി 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 12 ദിവസത്തിനുള്ളിൽ 2 ആഴ്ച തികയുന്നതിന് മുമ്പ് വെട്ടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം നേടിയ കളക്ഷനും ഇതുവരെ നേടിയ കളക്ഷനും എത്രയാണെന്ന് നമ്മൾ നോക്കുന്ന സമയത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളോട്, ഞാൻ ഇതുപോലെ 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ ചെയ്യുന്ന ആളല്ല. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് 8 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ള വലിയ വലിയ വീഡിയോകളാണ്. ഇപ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യമില്ല. കാരണം ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മിനിറ്റിനാണ്. അപ്പോൾ ഒരു വാർത്ത തന്നെ എടുത്തിട്ട് 10 മിനിറ്റ് സംസാരിക്കാന്നൊക്കെ പറയാനുള്ള വാർത്തയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയ വീഡിയോസ് ചെയ്യുന്നത്. ഭാവിയിൽ ചിലപ്പോൾ വലിയ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ഓർക്കണം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവര്. അപ്പോൾ അത് സത്യം പറയണമല്ലോ. അപ്പൊ നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ബുധനാഴ്ച നമുക്ക് കിട്ടിയ കണക്കനുസരിച്ചിട്ട് 5,65,00,000 രൂപയായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് ചിത്രത്തിന് കിട്ടിയത്. 5,25,00,000 രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ വന്നത്. വ്യാഴാഴ്ചയിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇന്നലത്തെ കണക്ക് നോക്കുന്ന സമയത്ത് 3,90,00,000 രൂപയിലേക്ക് കളക്ഷൻ ഇടിഞ്ഞിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ വലിയ ഇടിവുണ്ടാകും. 3 കോടിക്ക് അടുത്ത് മാത്രമായി 2.5 കോടി 3 കോടിക്ക് ഇടയിലായിരിക്കും ചിത്രത്തിന്റെ കളക്ഷൻ വരിക എന്നുള്ളത് കാര്യം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1 കോടി രൂപയ്ക്ക് തൊട്ട് മുകളിൽ മാത്രമായിരുന്നു അതിന്റെ ബുക്കിംഗ് കാണാൻ സാധിച്ചത് 1 മണിയാവുന്ന സമയത്ത് വരെ. പിന്നീട് അതിനുശേഷവും വലിയ കാര്യമായിട്ടുള്ള ബുക്കിംഗ് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിലും കളക്ഷനിൽ വരുന്ന സമയത്ത് 3,55,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വ്യാഴാഴ്ച നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ ഓരോരുത്തരും തന്നെ കളക്ഷന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. കന്നഡയിൽ നിന്ന് 25,00,000 രൂപ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. വേറെ ഒരു സ്റ്റേറ്റുകളിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള എമൗണ്ട് ഒന്നും കാണുന്നില്ല. ഇനി നമ്മൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയ കണക്ക് നോക്കുമ്പോൾ 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 80 കോടിക്ക് മുകളിലാണ്. 80,70,00,000 രൂപയാണ് 8 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. 90 കോടിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രത്തിന് ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലേബലും ലഭിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം പോട്ടെ, ഇന്ന് അത്രയും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. ഈ വ്യാഴാഴ്ച 3,55,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ച സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഞായറാഴ്ച ഒരു 4.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്താനും നാളെ 4 കോടിയിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ചിത്രത്തിന് 89 കോടി രൂപയോളം ആവും. ഇൻഡസ്ട്രി ഹിറ്റിന്റെ ഒപ്പം തന്നെ എത്തും. പിന്നെ ഇന്നത്തെ കണക്ക് കൂടി ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളി ശനി ഞായർ ഈ 3 ദിവസം കൂടി കഴിയുമ്പോഴേക്കും കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 90 കോടിക്ക് മുകളിലെത്തും. മാത്രവുമല്ല, ഇതേ സ്പീഡിൽ തന്നെ പോവുകയാണ് അടുത്ത ആഴ്ച എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും 100 കോടി കേരള ബോക്സ് ഓഫീസിൽ അടിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് മാറുമെന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അടുത്ത ആഴ്ചയ്ക്ക് ശേഷം വലിയ വെല്ലുവിളികൾ പല ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സാക്ഷാൽ മമ്മൂട്ടിയുടെ സിനിമ പോലും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയ്ക്ക് ശേഷമുള്ള കളക്ഷനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് ചാനലുകാരുടെയൊക്കെ സഹകരണം കൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊമോഷനും കിട്ടുന്നത് കൊണ്ട് തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് എന്നല്ല, വലിയ കളക്ഷനുമായിട്ട് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.